ഈ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യയെ G7 നിന്നും ഒഴിവാക്കിയോ ഇത്തവണ എന്നുള്ള ചോദ്യം. ഇന്ത്യയെ G7 നിന്നും ഒഴിവാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തായാലും തൽക്കാലം G7 ഗേറ്റ് ക്ലോസ്ഡ് ആണ്. ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. G7 ഈ മാസം, അതായത് ഈ ജൂൺ മാസം 16, 17, 18 ദിവസങ്ങളിൽ കാനഡയിലാണ് ആ ഒരു G7 സബ്മിറ്റ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും ഇത് നടത്തുന്ന രാജ്യമായിട്ടുള്ള കാനഡയാണ് ആൾക്കാരെ ക്ഷണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ക്ഷണിച്ചതിൽ കാനഡ ശരിക്കും ഇന്ത്യയെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഈ G7 ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ 1974, 75 ഈ G7 എന്ന് പറഞ്ഞ ഈ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത്. പ്രധാനമായിട്ട് ഇതിനകത്ത് 7 രാജ്യങ്ങളാണ് വരുന്നത്. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, അമേരിക്ക, പിന്നെ UK. ഈ 7 രാജ്യങ്ങളാണ് ഈ കൂട്ടായ്മയിൽ ഉള്ളത്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്തുണ്ടായിരുന്ന എക്കോണമിയാണ്. ഇവർ ഏറ്റവും ശക്തരായ എക്കോണമി ആയിരുന്നു ആ ഒരു ടൈമിൽ. എക്കണോമിക്കലി മുൻനിരയിൽ നിന്നിരുന്ന ഈ ഒരു 7 രാജ്യങ്ങളും ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിച്ചതാണ് ഈ ഒരു G7. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായ താല്പര്യം എന്ന് പറഞ്ഞാൽ എക്കോണമിയാണ്. ഒരു നോൺ മെമ്പർ പാർട്ടിസിപ്പൻറ്റ് എന്നുള്ള നിലയിൽ യൂറോപ്യൻ യൂണിയൻ എല്ലാ കാലത്തും തുടർന്നു പോകുന്നതാണ്. തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എല്ലാം വരുമായിരിക്കും. ഇത്തവണ ഇന്ത്യയെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് ആർക്കാണ് അതിൻ്റെ നഷ്ടം? ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 50 വർഷങ്ങളിൽ, അതായത് 75 മുതൽ 2025 വരെ ഉള്ള ഈ ഒരു 50 വർഷത്തിനിടയിൽ ഇന്ത്യ G7 പാർട്ടിസിപ്പേറ്റ് ചെയ്തത് വെറും 11 പ്രാവശ്യം മാത്രമാണ്. ഇനിയിപ്പോൾ ഈ 11 പ്രാവശ്യത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ഇടയായിട്ടാണ് ഇന്ത്യ കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു വരുന്നത്. അതിൻ്റെ കാരണം ഇന്ത്യയിലുണ്ടായ GDPയുടെ ഒരു വളർച്ച. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും നോക്കിക്കാണേണ്ടത്. ഇപ്പം ഞാൻ കൊടുക്കുന്ന ഈ ലിസ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ നിലവിലെ 4.18 ട്രില്യൺ 4ാമത്തെ എക്കോണമി ആയിട്ടാണ് GDPയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് 2024-25 ഫിസ്ക്കൽ ഇയറിൻ്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ ഗ്ലോബലി തന്നെ 5ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ GDP തുടരുന്നത്, 3.95 ട്രില്യൺ എന്നുള്ള നിലയിലുള്ള. കാരണം അതാണ് ക്ലോസ്ഡ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ റിപ്പോർട്ട്, അതായത് കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഗ്ലോബലി വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 5ാം സ്ഥാനത്താണ്. എന്നിരുന്നാലും ഈ ലിസ്റ്റിൽ താഴെ വരുന്ന രാജ്യങ്ങളെ നോക്കൂ. ഏതൊരു എക്കോണമിക് താല്പര്യത്തോടു കൂടി നടത്തുന്ന, ലോകത്ത് എവിടെയും നടക്കുന്ന ഒരു മീറ്റിംഗ് ആയാലും ശരി തന്നെ, അതിനകത്ത് നിലവിലെ സാമ്പത്തിക ശക്തികളായിട്ടുള്ള ആൾക്കാരെ എല്ലാം തന്നെ ക്ഷണിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിലെ റിയൽ ടൈം കറണ്ട് സെനാരിയോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. അമേരിക്ക, ചൈന, ജർമ്മനി, ഇന്ത്യയാണ്. ജപ്പാൻ ഉൾപ്പെടെ നമുക്ക് താഴെ പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാനഡ, UK, ഇറ്റലി, ഫ്രാൻസ്, ഈ 4 രാജ്യങ്ങളും ഇന്ത്യയെക്കാളും എത്രയോ താഴെയാണ് GDP ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ ഫാർ ബെറ്റർ പെർഫോമൻസ് നടത്തുന്ന ഒരു രാജ്യമാണ്. അതിലുപരിയായിട്ട് നമുക്ക് 63% നമ്മുടെ രാജ്യത്തിനുള്ളിൽ 35 വയസ്സിന് താഴെയുള്ള യങ് പോപ്പുലേഷൻ, വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു യങ് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയെ G7 ക്ഷണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം G7 കൺട്രീസിനാണ്, അല്ലാതെ ഇന്ത്യക്കല്ല. പിന്നെ ഈ വർഷം ഈ G7 നടത്തുന്നത് കാനഡയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കാനഡയിൽ പഴയ പാർട്ടി തന്നെയാണ് ഇപ്പോഴും നയിക്കുന്നത്. ലിബറൽ പാർട്ടി തന്നെയാണ് ഇപ്പോഴും നയിക്കുന്നത്, കൺസർവേറ്റീവ്സ് അല്ല. ലിബറൽ പാർട്ടി നയിക്കുന്ന ഈ ഒരു കാനഡ, ഇതിനു മുമ്പ് ജസ്റ്റിൻ ട്രൂഡോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്ക് കർണി എന്ന് പറഞ്ഞ പുതിയൊരു ലീഡറാണ് അവിടെ നയിക്കുന്നത്. പക്ഷേ അവിടുത്തെ നയങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ ലിബറൽ പാർട്ടിയിൽ ഇപ്പോഴും ഖാലിസ്ഥാനികളുടെ നിർണായകമായിട്ടുള്ള സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തികച്ചും ഈഗോ ഇഷ്യൂ, അതായത് ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്ക് മേളിൽ വെച്ച ക്രെഡിബിൾ അലിഗേഷൻ, അതായത് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്രെഡിബിൾ അലിഗേഷൻ. ജസ്റ്റിൻ ട്രൂഡോ G20 സബ്മിറ്റിന് വന്നിട്ട് തിരിച്ചു പോകുമ്പം ഉണ്ടായ അപമാനങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ലിബറൽ പാർട്ടി മൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ എന്തിൻ്റെ പേരിലാണ് ഇന്ത്യയെ ക്ഷണിക്കാത്തത് എന്നുള്ളതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ ഒന്നും കാനഡയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ തികച്ചും ഇത് നടത്തുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ ഇത്തവണത്തെ G7 വേണ്ടിയിട്ട് ക്ഷണം ഒരുക്കേണ്ടത് കാനഡയുടെ താല്പര്യമാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ G7 സബ്മിറ്റ് ഇതിൽ ഉൾപ്പെടുന്ന പല രാജ്യങ്ങളിലും മാറി മാറി നടക്കും. ഇപ്പോൾ ഇത്തവണ കാനഡയിലാണെന്നുണ്ടെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലേക്കും ഇത് ഷിഫ്റ്റ് ചെയ്യപ്പെടും ഓരോ വർഷം. അപ്പോൾ അതാത് രാജ്യങ്ങളുടെ താല്പര്യമാണ് ആരെയൊക്കെ ക്ഷണിക്കണം എന്നുള്ളത്. അങ്ങനെ കാനഡയ്ക്ക് ഏതൊക്കെ രാജ്യങ്ങളെ വിളിക്കാം എന്നുള്ള തീരുമാനമെടുക്കാനുള്ള ആ ഒരു റൈറ്റ്സിൽ ആരും തന്നെ ഇടപെടില്ല.
അങ്ങനെ ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കാനഡയോട് ആരും പോയി പറയത്തില്ല ഇന്ത്യയെ ക്ഷണിച്ചോ ഇല്ലയോ എന്നുള്ളത്. അതൊക്കെ ആ രാജ്യത്തിന്റെ താല്പര്യമാണ്. പിന്നീട് ആ സബ്മിറ്റിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ ക്ഷണിക്കാത്തത് എന്ത് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം. പക്ഷെ അതിനൊന്നും ഇപ്പൊ യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പം സ്പെഷ്യൽ ഗസ്റ്റ് എന്നുള്ള നിലയിൽ ക്ഷണിച്ചേക്കാം. നമ്മളൊക്കെ തന്നെ ഗസ്റ്റുകളായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മോദിയെ ക്ഷണിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയെ ക്ഷണിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് നിങ്ങൾ എടുത്തു നോക്കൂ. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏതാണ്ട് 55 രാജ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉക്രൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യക്കെതിരെ നിലകൊള്ളുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട്, ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പലപ്പോഴും ഏതൊക്കെ രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടാലും യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ മാത്രം ഇരുന്ന് സംസാരിച്ച് തീരുമാനം എടുക്കണം. യുദ്ധം ചെയ്യുന്ന 2 രാജ്യങ്ങൾ മാത്രം തീരുമാനിച്ച് ഒരു മീഡിയേഷൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അല്ലാതെ ഒരു തേർഡ് പാർട്ടി അതിനകത്ത് ഇടപെടുന്നത് ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ല. ഇന്ത്യയുടെ ഫോറിൻ പോളിസി അല്ല അത്. അതായത് അമേരിക്ക ആവർത്തിച്ച് പറയുമ്പോഴും ഇന്ത്യ ഡിനൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യ പാകിസ്ഥാന്റെ ഇടയിൽ മൂന്നാമതൊരു രാജ്യം ഇടപെട്ടിട്ടില്ല എന്ന് തീർത്തും നമ്മൾ പറയുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫോറിൻ പോളിസി അതാണ്. തികച്ചും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള കുറെ പേര് അമേരിക്ക വിളിച്ചു പറഞ്ഞിട്ടാണ് ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചത് എന്നുള്ള നിലയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട്, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക നമ്മളെ വിളിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ അർത്ഥം അമേരിക്ക വിളിച്ചു പറഞ്ഞിട്ട് ഇന്ത്യ യുദ്ധം നിർത്തി എന്നുള്ളതല്ല. ഇന്ത്യ കൊടുത്ത മറുപടി ഞങ്ങളുടെ ഫോറിൻ പോളിസി അനുസരിച്ച് ഞങ്ങൾ തേർഡ് പാർട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. അങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ചിട്ട് 3 വട്ടം വിളിച്ച് കാല് പിടിക്കുന്നത്. അതിനുശേഷമാണ് ഇന്ത്യ ശരി എന്നാൽ മതിയാക്കാന്ന് പറഞ്ഞ് നിർത്തിയത്. ഇനി അടുത്ത് ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കുക. ഇപ്പം നിലവിൽ ചനാബ് റിവർ എന്ന് പറഞ്ഞ ആ റിവർ വറ്റി വരേണ്ട അവസ്ഥയിലാണ്. കാരണം ഇന്ത്യ വെള്ളം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ കൃഷി തുടങ്ങേണ്ട ടൈമാണ്. അപ്പോൾ ഇപ്പോൾ വെള്ളമില്ലാത്തൊരവസ്ഥ. പഞ്ചാബ് ശരിക്കും പറഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റിയിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ്. പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യയുടെ ഈ ഒരു വാട്ടർ ട്രീറ്റി റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സംഭവിച്ചതോടുകൂടി അവിടുത്തെ ഒരു സെനാരിയോ, അവിടുത്തെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ മൊത്തത്തിൽ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. റഷ്യയും ഉക്രൈനും തമ്മിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണെന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഈ യൂറോപ്പിൽ കിടക്കുന്ന മൊത്ത രാജ്യങ്ങളും ഇന്ത്യ എടുത്ത് പ്രഷർ ചെയ്തിട്ട് നിങ്ങൾ റഷ്യ എടുത്ത് ഓയിൽ മേടിക്കരുതെന്ന് പറഞ്ഞപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് അതിന് മറുപടി കൊടുക്കുകയും ഇന്ത്യ വളരെ വ്യക്തമായിട്ട് ഓയിൽ റഷ്യ എടുത്ത് കൂടുതൽ മേടിക്കുകയും ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ യൂറോപ്പിന് കൊടുത്ത മറുപടികളാണ് ഇന്ത്യ. അപ്പൊ ഇത്ര ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരു ഇന്ത്യ, അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വെസ്റ്റേൺ ഡോമിനേഷനുള്ള ഈ ഒരു G7 ഇന്ത്യക്ക് ഇത്തവണത്തെ ക്ഷണം നിരസിക്കപ്പെട്ടതിൽ യാതൊന്നും അതിശയിക്കേണ്ടതില്ല. അത് സംഭവിച്ചതിൽ ഒരു സർപ്രൈസിനും ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് ചലിക്കുള്ളൂ. അല്ലാതെ ഇതുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെറും 11 പ്രാവശ്യം മാത്രമേ ഈ ഒരു G7 നമ്മൾ പങ്കെടുത്തിട്ടുള്ളൂ. പിന്നെ ഈ G7 എന്ന് പറയുന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടായ്മയല്ല. എക്കണോമിക് റിഫോർമേഷൻ നമുക്ക് കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൂട്ടായ്മയിൽ പോയി പങ്കെടുത്തത് കൊണ്ട് വലിയതുകൊണ്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് റെപ്രസെന്റേറ്റീവ് പോകും. അവരവിടെ പോയി പങ്കെടുത്തത് കൊണ്ട് ഉടനെ അവർ എക്കണോമിക്കലി ഭയങ്കരമായ റിവൈവലിലോട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. ഇതാണ് യാഥാർത്ഥ്യം. കാനഡ തികച്ചും ഖാലിസ്ഥാനികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈഗോ ക്ലാഷ് മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ആ ഈഗോയുടെ പേരിൽ മാത്രമാണ് ഇന്ത്യ ക്ഷണിക്കാത്തത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ഇലക്ഷൻ നടന്ന് പുതിയ ഭരണാധികാരി വന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പഴയ പാർട്ടി തന്നെയാണ് വീണ്ടും അധികാരത്തിലുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് പ്രൈം മിനിസ്റ്റർ ചേഞ്ച് ആയി എന്നുള്ളതിലുപരിയായിട്ട് പാർട്ടിയുടെ നയത്തിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യ ഒരു 4th ലാർജസ്റ്റ് എക്കോണമിയാണ്. അപ്പം അതുകൊണ്ട് അവർ നമ്മളെ ക്ഷണിക്കേണ്ടതാണ്. ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് പരാതിയൊന്നുമില്ല. UK, ഫ്രാൻസ്, ഇറ്റലി, കാനഡ ഈ 4 രാജ്യങ്ങളും ഇന്ത്യക്ക് താഴെ എക്കോണമിയിലും GDP-യിലൊക്കെ കിടക്കുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളുടെ അവസ്ഥ നോക്കൂ. ഈ രാജ്യങ്ങളൊക്കെ ബിലോ 5% ഗ്രോത്ത് റേറ്റ് രേഖപ്പെടുത്തിയ രാജ്യങ്ങളാണ്. ബിലോ 5%. അതാദ്യം മനസ്സിലാക്കണം. പക്ഷേ ഇന്ത്യയിൽ 6.8% ആണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. 6.8%. ഇത് IMF വരെ കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്ത വാർത്തയാണ്. ശരിക്കും ഇന്ത്യയിലെ ഗ്രോത്തിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. G7 ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 2-3 വിഷയങ്ങൾ അവിടെ വളരെ ശക്തമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടും. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് വളരെയധികം അവിടെ ഡിസ്കഷൻസ് ഉണ്ടാവും. പക്ഷെ അമേരിക്കയുടെ സൈഡിലുള്ള നിലപാട് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടൊക്കെ ഇത്തവണത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ അത്ര വലിയ കാര്യമായിട്ട് കരുതാത്ത ഒരു ഗവൺമെന്റ് ആണ് അമേരിക്കയിൽ ഇപ്പം നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ ഉണ്ടാവും.
അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള രാജ്യങ്ങളൊക്കെ തകൃതിയായിട്ട് ഡിസ്കഷനിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അമേരിക്ക ഒഴിയെ. അതേപോലെ മറ്റൊരു വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഡിസ്കഷൻസ് അവിടെ നടക്കും, അത് ഉറപ്പാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ തവണത്തെ G7 സബ്മിറ്റ് നടന്നത് ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ നിന്നും ഇന്ത്യക്ക് ക്ഷണമുണ്ടായിരുന്നു. ഇറ്റലിയിൽ ജോർജിയ മെലോണി ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ക്ഷണിച്ചു, നമ്മൾ പോയി. നമ്മൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള അവിടെ പ്രൈം മിനിസ്റ്റർ മോദി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള 2-3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവിടെ പറഞ്ഞു വെച്ചത്. ഇന്ത്യ G7 ഉന്നയിച്ച കാര്യങ്ങളിൽ നമ്പർ 1 ഐമെക്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കോറിഡോർ എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്പീച്ച് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ AI ഗവർണൻസിനെ കുറിച്ചും വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ അവിടെ അറിയിച്ചത്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് AI ഗവർണൻസിൽ വരുന്ന ഫ്ലോസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ അവിടെ സ്വീകരിച്ചത്. പിന്നെ ഇന്ത്യ പറഞ്ഞു വെച്ച വിഷയം എന്ന് പറഞ്ഞാൽ ക്ലീൻ എനർജി. ഇതൊക്കെ കഴിഞ്ഞ തവണത്തെ G7 മീറ്റിങ്ങിൽ ഇന്ത്യ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളാണ്. വളരെയധികം വൈറലായിട്ട് ചർച്ച ചെയ്യപ്പെട്ട, ലോകം ചർച്ച ചെയ്ത വിഷയങ്ങളും കൂടിയാണ്. പിന്നെ G7 എന്ന് പറഞ്ഞ ഈ ഒരു കൂട്ടായ്മ, ഈ രാജ്യങ്ങളുടെ പേരൊക്കെ ഞാൻ എടുത്തു പറഞ്ഞല്ലോ, ഈ രാജ്യങ്ങളൊക്കെ ഒരു പരാജയപ്പെട്ട രാജ്യങ്ങളാണ്. റഷ്യ ഉക്രൈൻ വിഷയത്തിലായിക്കോട്ടെ, ഇവരൊരു തികഞ്ഞ പരാജയമാണ്. ഈ രാജ്യങ്ങളെ കൊണ്ട് ഒരു രീതിയിലും ഒരു യുദ്ധത്തിൽ ഒരു പീസ് ടോക്കിനോ അല്ലെങ്കിൽ ഒരു ട്രീറ്റിക്കോ ഒരു വെടിനിർത്തലിനോ ഒന്നും തന്നെ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ആളിക്കത്തിച്ച് എപ്പോഴൊക്കെ പീസ് ട്രീറ്റി കൊണ്ടുവരുന്നോ അപ്പോഴൊക്കെ യുദ്ധം ആളിക്കത്തിക്കുന്ന ഒരു ശൈലിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജർമ്മനിയുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉക്രൈന് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഉക്രൈന് ആയുധങ്ങൾ കൊടുക്കും, ആ ആയുധങ്ങളെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യണം, കാരണം കച്ചവടം പൊലിപ്പിക്കണേ. അതുകൊണ്ടാണ് ആ രീതിയിൽ പ്രൊമോഷൻ വീഡിയോസ് സോഷ്യൽ മീഡിയയിലൊക്കെ തകൃതിയായിട്ട് കിടപ്പുണ്ട്. ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രൊമോഷൻ വീഡിയോസാണ്. ഉക്രൈന് ആയുധം കൊടുക്കുക, എന്നിട്ട് അതിനെ ഡോക്യുമെൻ്ററി ചെയ്ത് വീഡിയോ ഇടുക. ഇത് ഭയങ്കരമായിട്ടുള്ള പിന്നെ പവർഫുൾ ആയിട്ടുള്ള ആയുധമാണ്, ഇത് മേടിച്ച് കഴിഞ്ഞാൽ കൊള്ളാം എന്നുള്ള നിലയിലുള്ള വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. G7 കൺട്രീസിന് ഇന്ത്യയെ എന്തിനാണ് ആവശ്യം? അവർ ഇന്ത്യയെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ഈ ഒരു ഇടപെട്ട കാലത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ റീസണാണ്, ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയെ കൂടാതെ വേറൊരു രാജ്യമില്ല ഈ G7 രാജ്യങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡബിൾ ആയിട്ട് അവർക്ക് കരുതാൻ പറ്റുന്ന രാജ്യമായിട്ട് വേറൊരു രാജ്യമില്ല. അത് ഇന്ത്യ തന്നെയാണ്. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇൻഡോ പസഫിക് മേഖലയിൽ അവർക്ക് നിർണായകമായിട്ടുള്ള ഒരു പങ്കാളിയായിട്ട് ട്രസ്റ്റഡ് ആയിട്ട് കരുതാൻ പറ്റുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയമാണ്. G20 ഏറ്റവും പ്രാധാന്യം നേടിയ ഒരു വിഷയമാണ് ഗ്ലോബൽ സൗത്ത്. ഈ ഗ്ലോബൽ സൗത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന് കൃത്യമായി G20 വെച്ചിട്ട് അതിന് പാർട്ടിസിപ്പേഷൻ, അംഗത്വം കൊടുത്ത് ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞാൽ മിക്കവാറും ബിലോ പോവർട്ടി ലൈനിൽ കിടക്കുന്ന രാജ്യങ്ങളാണ് മൊത്തത്തിൽ. അപ്പോൾ ആ രാജ്യങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ശരിക്കും ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു ലീഡറായിട്ട് തന്നെ കരുതാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് മാറിയതാണ് ഇന്ത്യ. അപ്പോൾ ആ രീതിയിൽ അത് ചൈനയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത വിഷയമാണത്. ചൈനയ്ക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറായിട്ട് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ കരുതുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കൊണ്ടാണ് G7 ഇന്ത്യക്ക് പ്രാധാന്യം ഏറുന്നത്. ഇന്ത്യ എന്തുകൊണ്ടാണ് G7 ക്ഷണിക്കപ്പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ്, കോൺസ്പിറസി, ഇങ്ങനെയൊക്കെ പല തിയറികളും വരുന്നുണ്ട്. അതൊന്നും തന്നെ ഇതുവരെ ഉറപ്പായിട്ടോ അല്ലെങ്കിൽ കൺഫേം ആയിട്ടോ എവിടെയെങ്കിലും പറഞ്ഞ വാർത്തകളല്ല. സ്ഥിരീകരിക്കപ്പെടാത്ത സ്പെക്കുലേഷൻസിലൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കാനഡയുടെ ഒരു ഈഗോ, അതാണ് ഇന്ത്യയെ ക്ഷണിക്കാത്തതിന്റെ കാരണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.